തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ട്രോങ് റൂം തുറക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. നെന്മാറ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് മെറ്റീരിയലുകൾ സൂക്ഷിച്ചിരുന്ന റൂം തുറക്കാനാണ് അധികൃതർ നടപടി ആരംഭിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി ഉള്ളിൽ മറന്നുവെച്ചു എന്ന സാങ്കേതിക കാരണമാണ് ഇതിന് വിശദീകരണമായി അധികൃതർ നൽകുന്നത്. നേരത്തെ കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. അതിനു പിന്നാലെ പാലക്കാടും സമാനമായി നീക്കമുണ്ടായത് UDF ക്യാമ്പിൽ വലിയ ആശങ്കയ്ക്കും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. സ്ട്രോങ് റൂം തുറക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ കാണിക്കുന്ന അമിത തിടുക്കത്തിലും സുതാര്യതയില്ലായ്മയിലും സ്ഥാനാർത്ഥികൾ അതൃപ്തി രേഖപ്പെടുത്തി. സ്ട്രോങ് റൂം തുറക്കുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ ആരോപിച്ചു. രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും വെറും ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു സുപ്രധാനമായ നീക്കം നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടയ്ക്കിടെ തുറക്കാനാണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് സ്ട്രോങ് റൂം എന്ന് വിളിക്കുക എന്നും അദ്ദേഹം ചോദിച്ചു. വിഷയം രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിൽ വിശദീകരണവുമായി പാലക്കാട് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി രംഗത്തെത്തി. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം അല്ല തുറക്കുന്നതെന്നും മറിച്ച് മറ്റ് ഇലക്ഷൻ സാമഗ്രികൾ സൂക്ഷിച്ച മെറ്റീരിയൽ സ്ട്രോങ് റൂം ആണെന്നും അതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. വോട്ടെടുപ്പിന് ശേഷം നിർബന്ധമായും സമർപ്പിക്കേണ്ട പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി അബദ്ധത്തിൽ ഉള്ളിൽ അകപ്പെട്ടു പോയതിനാലാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളെയും മുൻകൂട്ടി രേഖാമൂലം അറിയിച്ച ശേഷവും അവരുടെ സാന്നിധ്യത്തിലും മാത്രമേ റൂം തുറക്കൂ എന്ന് ഉറപ്പു നൽകിയ കളക്ടർ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുമെന്നും അറിയിച്ചു. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം അനുമതിയില്ലാതെ തുറന്നെന്ന പരാതിയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ നീക്കങ്ങളെയും രാഷ്ട്രീയ പാർട്ടികൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. വോട്ടെണ്ണൽ ദിവസത്തിന് മുൻപ് സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിലവിൽ സ്ട്രോങ് റൂം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതീവ ജാഗ്രതയിലാണ്. കോഴിക്കോട് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിന് പിന്നാലെ പാലക്കാടും സമാനമായ സാഹചര്യമുണ്ടായത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പേരാമ്പ്രയിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം അനുമതിയില്ലാതെ തുറന്നതിനെതിരെ UDF ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പാലക്കാട് തുറക്കുന്നത് മെറ്റീരിയൽ സ്ട്രോങ് റൂം ആണെന്ന് കളക്ടർ വിശദീകരിക്കുമ്പോൾ പേരാമ്പ്രയിൽ തുറന്നത് വോട്ടിംഗ് മെഷീനുകളുള്ള പ്രധാന മുറിയല്ലെന്നും റിസർവ് മെഷീനുകൾ വെച്ച റൂമാണെന്നുമാണ് അധികൃതർ നൽകിയ വിശദീകരണം. എന്നാൽ രണ്ട് സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി രേഖാമൂലം അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും വെറും ഫോൺ വിളിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികൾ നീങ്ങിയതെന്നും ആരോപണമുണ്ട്. പേരാമ്പ്രയിലെ സംഭവത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം പാളിച്ചകൾ വോട്ടെണ്ണൽ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിക്കുന്ന വിശദമായ റിപ്പോർട്ടുകൾ ഈ വിവാദങ്ങളിൽ എത്രത്തോളം വ്യക്തത വരുത്തുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ്.